ഗൈസ്, അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചു ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു ചോറ് പാഴ്സൽ ഇതിന് അത് അമ്മൂമ്മക്കാണ്. നമ്മൾ അമ്മൂമ്മ പോകുന്നുണ്ട് ഗൈസ്. അമ്മൂമ്മക്കാണ് നമ്മൾ ചോറ് വാങ്ങിയത്. അപ്പം ഗൈസ്, നമ്മളിതാ ചോറൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഗൈസ്, ഞാൻ അമ്മൂമ്മക്ക് കുറച്ച് ചോറ് ഒരു ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളിതാ ഈ വഴിയിലാണ് പോകുന്നത്. അപ്പം ഗൈസ്, നമ്മളിതാ വീണ്ടും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മൂമ്മേൻ്റെ അടുക്ക പോവാന്നല്ലമ്മേ. അമ്മൂമ്മേൻ്റെ അടുക്ക പോവാണ്. ഞാനിതെവിടെ, അമ്മ ഇതെവിടെ. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. ഓക്കെ, നമ്മൾ CCTV നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഈ വഴിയിലേക്കൂടെ പോയാൽ പെട്ടെന്ന് എത്തും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു ബസ് സ്റ്റാൻഡിലാണ് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഗൈസ്. അങ്ങനെ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വഴിയിലേക്കൂടെ പോയാൽ നമ്മളെ വീട് പെട്ടെന്ന് എത്തും. ഇവിടെ കുറെ ആട്, താറാവ്, കോഴി ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. ബാക്കി നിങ്ങൾ തുടർച്ചയായി കണ്ടോളൂ. ഒന്നും ചെയ്യാണ്ട് സൈഡിലേ പോടും. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മൂമ്മ ഉണ്ടോ നോക്കാം. അമ്മൂമ്മ അവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് പോകാം. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓഡിയോ കൊടുത്തിട്ട് ഞാൻ വർത്താനം പറയുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കലശം അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പം നമ്മളിതാ ഓരോ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അതാ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു മിൽമ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുർക്കുറെ, പഫ്കോൺ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ നല്ല ഓട്ടോറിക്ഷയിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മൾ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സൂം ചെയ്ത് കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയൊക്കെ എന്തെല്ലോ ആയി. നമ്മൾ കാടിയും ജോലിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുണ്ട് ഗൈസ്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ സ്കൂൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടു, ഇതാണ് എൻ്റെ സ്കൂള്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ചന്ത അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നിടത്തേക്ക് തന്നെ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ചന്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കുറേ കമ്മൽ, മാല, വള അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി നിങ്ങൾ തുടർച്ചയായി കണ്ടോളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ചന്തയിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അലങ്കോലായിട്ടാണ്. അപ്പം അതൊന്ന് ക്ഷമിക്കാട്ടോ. ഞാൻ മറിച്ചിട്ടാണ് എടുക്കുന്നത്. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ബാർബിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ബാർബി വാങ്ങാൻ പറ്റൂല ഗൈസ്. ഇത് കലശമുട്ടായി ആണെങ്കിൽ കലശമുട്ടായി വാങ്ങാം. അങ്ങനെ നമ്മൾ കലശമുട്ടായി വാങ്ങിയിട്ടുണ്ട്. നമുക്കിത് ബാഗിലോട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കമ്മൽ വാങ്ങാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ കാതിലിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തത് ഇതാണ്. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ അധികം കമ്മലുണ്ട് കേട്ടോ. ഇവിടെ കുറേ
അധികം കമ്മലുണ്ട് കേട്ടോ ഇവിടെ. എന്ത് ചൂസ് ചെയ്യണമെന്ന തല മുന്നായിട്ട് കുറേ ചിന്തിച്ചു. ഗായ്സ് എനിക്ക് ഇതും കൂടി ഉണ്ട്. ഇത് പിടിക്കുന്നു ഗൈസ്. നമ്മളിതാ അതൊക്കെ വാങ്ങി ഗൈസ്. അപ്പം നമ്മള് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് ഇനി നമ്മൾ ഇപ്പുറത്തെ അങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഇല്ല നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ അങ്ങോട്ട് നമ്മൾ നേരത്തെ ആദ്യം വന്നപ്പോൾ ഒരു കടയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പരിപാടി ഇല്ല. നേരെ കാറിൽ വീട്ടിലേക്ക് പോകാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒച്ച കേൾക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഗൈസ് നമുക്ക് പാനിപൂരിയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈൻഡപ്പയാണെന്നാണ്. പക്ഷെ നമ്മൾ ഒരു സംഭവം കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പാനിപൂരിയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാനിപൂരി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചു. 6 പീസിന് 40 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമുക്കിവിടെ ഒരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു വെള്ളം ഒഴിക്കുന്ന എന്തോ ഒരു സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ വായിലേക്ക് ഇട്ടു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പാനിപ്പൂരി ട്രൈ ചെയ്യാൻ മറക്കരുത്. എവിടെയെങ്കിലും പാനിപ്പൂരി ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ പാനിപ്പൂരി എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ പാനിപ്പൂരി. പനിനീർപ്പൂവാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ഒരു പനിനീർപ്പൂ എടുക്കുന്നുണ്ട്. കാലിന്റെ മുട്ട് മടക്കി ഒന്ന് കുത്തിയിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അപ്പൊ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് കാറിലേക്ക് പോകാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ വീണ്ടും വരാം.